Namaskaram and welcome back again to Bees Hello Happiness, where I do videos on beauty, bliss and wellness. ലോക്ക്ഡൗൺ ടൈമാണ്, അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ലോക്ക്ഡൗൺ ടൈംസ് അത്രയും ഈസി ആയിട്ടുള്ളൊരു ടൈമല്ല. എന്നാലും നമ്മൾ ഓരോരുത്തരെയും കൊണ്ട് പറ്റുന്ന പോലെ വീടുകളിൽ തന്നെ ഇരിക്കുകയും പുറത്തിറങ്ങുമ്പോൾ സേഫ്റ്റി മെഷേഴ്സായ മാസ്ക്, സാനിറ്റൈസേഴ്സ് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഹ്യൂജ് അപ്ലോസ് ഫോർ ദാറ്റ്. പിന്നെ നമുക്ക് വേണ്ടി ദിനരാത്രം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡോക്ടേഴ്സ്, നഴ്സസ്, നമ്മുടെ സർക്കാർ. പിന്നെ വീട്ടിലിരുന്ന് മാസ്കുകൾ തയ്ക്കുകയും സാനിറ്റൈസേഴ്സ് ഉണ്ടാക്കുകയും അങ്ങനെ ഓരോ രീതികളിലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരുണ്ട്. നിങ്ങൾ ഓരോരുത്തരോടും ഒരു ഹാർട്ട് ഫെൽറ്റ് താങ്ക് യു. നിങ്ങളൊക്കെയാണ് ശരിക്കും ഞങ്ങളുടെ സൂപ്പർ ഹീറോസ്. സോ ഹ്യൂജ് താങ്ക്സ് ടു ഓൾ ഓഫ് യു. അപ്പോൾ ലോക്ക്ഡൗണിൽ കാരണം കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് എനിക്കുണ്ടായി. അപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ കുറച്ച് ഓക്കെ ആയി. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 3 steps ഫോർ എ പ്രോബ്ലം ഫ്രീ സ്കിൻ എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന 3 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ആഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്കിൻ പ്രോബ്ലംസ്, അതായത് ഡൾനെസ്, പിമ്പിൾസ്, ഡ്രൈനെസ്, ഇതിൻ്റെ ഒട്ടുമിക്ക പ്രോബ്ലംസും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ എന്താണെന്നല്ല ഈ 3 സ്റ്റെപ്പുകൾ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ആ പേര് പോലെ തന്നെ മുഖം ഫുൾ ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ക്ലെൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അത്യാവശ്യം മുഖത്ത് ഡേർട്ടും ഓയിലും ഒക്കെ അക്യൂമുലേറ്റ് ആവും. ഇപ്പം പുറത്ത് പോയില്ലെങ്കിൽ പോലും ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മൂക്കൊക്കെ തൊട്ട് നോക്കില്ല, അത്യാവശ്യം ഓയിലി ആയിരിക്കും. അപ്പോൾ ആ ഡേർട്ടൊക്കെ മാറ്റുക എന്നുള്ളതാണ് ക്ലെൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മേക്കപ്പ് ഇടുന്നവരാണെങ്കിൽ ഫുൾ ഫേസ് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പം അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം. ഇതിന് അധികം മേക്കപ്പ് ഇല്ല, ജസ്റ്റ് ഐലൈനർ അല്ലെങ്കിൽ കൺമഷി മാത്രം ഉള്ളെങ്കിൽ പോലും കംപ്ലീറ്റ് അത് റിമൂവ് ചെയ്യുക. ഒരു കാരണവശാലും ഈ മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും ഇട്ടിട്ട് ഉറങ്ങാൻ പാടില്ല. അത് ഫർദർ സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാക്കുകയുള്ളൂ. അപ്പം മുഖത്ത് എന്താണെങ്കിലും അത് കംപ്ലീറ്റ്ലി ക്ലെൻസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്നതിനെയാണ് ക്ലെൻസിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലെൻസിങ്ങിന് വേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഒരു ക്ലെൻസറാണ്, പിന്നെ വേണ്ടത് ഒരു കോട്ടൺ പാഡ്, ആൻഡ് ഫൈനലി വേണ്ടത് ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ക്ലെൻസേഴ്സ് ബേസിക്കലി പല ബ്രാൻഡിൻ്റെ ഉണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഒരു ക്ലെൻസറാണ്. ദിസ് ഇസ് ലൈക്ക് 95 rupees സംതിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രാൻഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏത് ബ്രാൻഡിലും യൂസ് ചെയ്യാം. ഇപ്പം ബയോട്ടിക്കിൻ്റെ ഉണ്ട്, സെറ്റഫിലിൻ്റെ ഉണ്ട്, അങ്ങനെ പല ബ്രാൻഡ്സ് ഉണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പാലുണ്ടെങ്കിൽ തിളപ്പിക്കാത്ത പച്ചപ്പാൽ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറയുന്നൊരു എക്സലൻറ്റ് ക്ലെൻസറാണ്. അപ്പോൾ പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ചിലർക്ക് പാലിൻ്റെ മണം ഇത്തിരി ഇഷ്ടക്കേട് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ബ്രാൻഡ്സ് എന്തെങ്കിലും യൂസ് ചെയ്യാം. മേക്കപ്പ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മുടെ ഫുൾ ഫേസ് മേക്കപ്പ് ഇട്ട് കഴിയുമ്പം റിമൂവ് ചെയ്യാൻ ചില സമയത്ത് ഇത്തിരി പാടുണ്ടാവും. ക്ലെൻസേഴ്സ് ബേസിക്കലി എല്ലാ മേക്കപ്പും റിമൂവ് ചെയ്യാറുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ ചില മേക്കപ്പ് കുറച്ച് സ്റ്റബേൺ ആയിരിക്കും. അതായത് ഐ മേക്കപ്പ് ആൻഡ് ലിപ്സ്റ്റിക്, ചില മേക്കപ്പ്സ് ഇത്തിരി സ്റ്റബേൺ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഗാർണിയറിൻ്റെ മൈസ്ലർ വാട്ടർ യൂസ് ചെയ്യാം. അതൊരു എക്സലൻറ്റ് മേക്കപ്പ് റിമൂവറാണ്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചിലരാണെങ്കിൽ ഡബിൾ ക്ലെൻസിങ് ചെയ്യുന്നവരുണ്ട്. അതായത് മേക്കപ്പ് ഇടുന്നവരാണെങ്കിൽ ഗാർണിയറിൻ്റെ മൈസ്ലർ വാട്ടർ യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് അതിനുശേഷം ക്ലെൻസിങ് മിൽക്ക് വെച്ചിട്ട് മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നവരുണ്ട്. അപ്പം അത്രയ്ക്ക് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഇത്രയും സ്റ്റെപ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലെൻസിങ് മാത്രം ചെയ്താൽ മതിയാവും. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ വാങ്ങുന്നതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അത് ചെയ്യാം. പക്ഷേ ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുഖം ഫുൾ ക്ലെൻസ് ചെയ്യുക, എന്നിട്ട് ബാക്കി പ്രൊസീജിയറിലേക്ക് പോവുക. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ഇനി ഇതിപ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ക്ലെൻസിങ് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. 2 സ്റ്റെപ്പായിട്ടാണ് ക്ലെൻസിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനാവശ്യമുള്ളത് ഒരു കോട്ടൺ ആൻഡ് ഒരു ക്ലെൻസിങ് മിൽക്കാണ്. അല്ലെങ്കിൽ ഏത് ക്ലെൻസർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ക്ലെൻസറാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലും മേക്കപ്പാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മേക്കപ്പ് സ്റ്റബേൺ ആണ്, റിമൂവ് ചെയ്യാൻ പാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗാർണിയറിൻ്റെ ഈ മൈസ്ലർ വാട്ടർ യൂസ് ചെയ്യാം. ദിസ് എക്സലൻറ്റ് മേക്കപ്പ് റിമൂവർ. ഇതിൻ്റെ തന്നെ ഓയിൽ ഇൻഫ്യൂസ്ഡ് വേറൊരു വേർഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഏതാണെങ്കിലും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ. സോ നിങ്ങൾക്ക് മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് മാത്രമേ ക്ലെൻസിങ്ങിലേക്ക് പോകാം. ഓക്കെ, സോ മേക്കപ്പ് റിമൂവ് ചെയ്യുക ആൻഡ് ദെൻ മൂവ് ഓൺ ടു ദ സെക്കൻഡ് സ്റ്റെപ്പ്, വിച്ച് ഈസ് ക്ലെൻസിങ്. സോ ക്ലെൻസിങ്ങിൽ നിങ്ങൾക്ക് ഈ ക്ലെൻസിങ് മിൽക്ക് കോട്ടണിലേക്ക് ആഡ് ചെയ്യുക ആൻഡ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക ആൻഡ് ദെൻ അപ്ലൈ ഇറ്റ് ഓൺ ടു യുവർ ഫേസ്. ഓക്കെ, അതായത് എല്ലാ ഏരിയാസിലും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഫുൾ ഫേസ് ആണത്. ഫുൾ ഫേസ് നിങ്ങൾ ഡേർട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഫുൾ ഫേസ് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ കണ്ണിൻ്റെ അടിയിൽ,
കണ്ണിൻ്റെ മേൽഭാഗത്ത്, അത് നിങ്ങൾക്ക് ഓയിലി ആയിട്ട് തോന്നുന്ന ഏതൊക്കെ ഏരിയാസ് ആണ്. ഇപ്പോൾ എൻ്റെയൊക്കെ ബേസിക്കലി ഈ നോസിൻ്റെ ഈ ഏരിയാസൊക്കെയാണ് ബേസിക്കലി ഓയിലി. ഇവിടെ നിന്നൊക്കെ കുറേ ഓയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ യു ക്യാൻ ഡാബ് ഇറ്റ് വെരി ജെൻറ്റ്ലി. ഭയങ്കര ഹാർഷായിട്ടൊന്നും ചെയ്യരുത്. ഭയങ്കര ജെൻറ്റ്ലായിട്ട് ഡാബ് ചെയ്യുക. ലിപ്സ്. പിന്നെ നെക്കിലെയും റിമൂവ് ചെയ്യാൻ മറക്കരുത്. നെക്കിൽ നിന്നും ഡേർട്ട് ഇഷ്ടംപോലെ നിങ്ങൾക്ക് കിട്ടും, അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ മറക്കരുത്. ഒരു പരിവാണ്, ഭയങ്കര ഡേർട്ടിയാണ് എൻ്റെ ഫസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ അധികം പോയിട്ടില്ല, ഇനിയും ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു കോട്ടൺ എടുത്ത് സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ എനിക്കിത് മതിയാവും തോന്നുന്നു, കാരണം ഞാൻ വേറെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. ക്ലീൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അതാണ് ക്ലെൻസിങ്ങിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ. അതായത് മുഖം മുഴുവൻ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. സെക്കൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വെച്ചിട്ട് മുഖം കഴുകുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഫേസ് വാഷാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫേസ് വാഷ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പം ഞാൻ ചിലരുടെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, മുഖം ഫേസ് വാഷ് അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മുഖം കഴുകിക്കളയും. അപ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ അത്യാവശ്യം ഒരു മസാജ് കൊടുക്കണം മുഖത്തിന്. അപ്പോൾ ആ മസാജിനാണെങ്കിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതായത് അപ്വേർഡ് സർക്കുലർ മോഷൻസ് ആണ് കൊടുക്കുന്നത്. അതായത് ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്വേർഡ് സർക്കുലർ മോഷൻസ് കൊടുക്കുക. ഓക്കെ, സോ കണ്ണിൻ്റെ ഇവിടേക്ക് ജെൻറ്റലായിട്ട് മസാജ് ചെയ്യുക. പിന്നെ ഫുൾ അപ്വേർഡ് സർക്കുലർ മോഷൻസ്. ഓക്കെ, ഇതാണ് കറക്റ്റായിട്ടുള്ള മോഷൻസ്. മെല്ലെ ഈ അപ്വേർഡ് സർക്കുലർ മോഷൻസ് കൊടുക്കുക ഫേസ് വാഷ് വെച്ച് മുഖം കഴുകും. ഓക്കെ, അപ്പം ഞാൻ ഈ ക്ലെൻസർ ഒന്ന് കഴുകിയിട്ട് വരാം. മുഖം കഴുകിയതിന് ശേഷം നല്ലൊരു ഡ്രൈ ടവൽ വെച്ചിട്ട് ഡാബ് ചെയ്യുക, മുഖം ഒന്ന് ഡ്രൈ ആക്കാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് കഴിഞ്ഞു. സോ ക്ലെൻസിങ്ങിൻ്റെ 2 സ്റ്റെപ്പുകളാണ്. മേക്കപ്പ് ഉണ്ടെങ്കിൽ മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് കംപ്ലീറ്റ് മേക്കപ്പ് റിമൂവ് ചെയ്യുക, എന്നിട്ട് ക്ലെൻസിങ്ങിലേക്ക് കിടക്കാം. ബേസിക്കലി ക്ലെൻസേഴ്സ് എല്ലാം മേക്കപ്പ് റിമൂവ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്റ്റബൺ മേക്കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈസൂർ വാട്ടർ യൂസ് ചെയ്ത് അത് കംപ്ലീറ്റ്ലി കളയാം. അപ്പോൾ മുഖം കംപ്ലീറ്റ്ലി ഡേർട്ടും ഓയിലും റിമൂവ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതാ വെച്ചൊരു ഫേസ് വാഷ് വെച്ചിട്ട് മുഖം കഴുകുക. സോ അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകും. ക്ലെൻസിങ് കഴിഞ്ഞുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണിങ് ആണ്. അപ്പോൾ ടോണിങ്ങിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ ടോണിങ് എന്തിനാണ് ആദ്യം ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ക്ലെൻസിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ചില സമയങ്ങളിൽ കുറച്ച് ഡേർട്ടും അല്ലെങ്കിൽ ഓയിലും പിന്നെയും ഉണ്ടാവും സ്കിന്നിൽ. അപ്പോൾ ആ ഒരു റിമൈനിങ് ഡേർട്ട് ഓർ ഓയിലിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ടോണിങ് എന്ന പ്രൊസീജിയർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോണേഴ്സ് ബേസിക്കലി ഒരു ലിക്വിഡ് ഫോമിലായിരിക്കും. ഇപ്പം സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് ടോണേഴ്സ്. മാത്രമല്ല ടോണേഴ്സ് നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവലിനെ ബാലൻസ് ചെയ്യും, സ്കിന്നിനെ അത്യാവശ്യം ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും. പിന്നെ അത്യാവശ്യം വല്ല പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓയിലി സ്കിൻ അല്ലെങ്കിൽ ആക്നെ പ്രൂൺ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ നിങ്ങൾ എന്തായാലും ടോണിങ് ചെയ്യാൻ തന്നെ വേണം. കാരണം കുറച്ച് എന്തെങ്കിലും ഒരു ഡേർട്ട് അല്ലെങ്കിൽ ഓയിൽ മുഖത്തുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു പിമ്പിൾ ആവാൻ അത് മതിയാവും. സോ നിങ്ങൾ എന്തായാലും ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിന്നാണ് ശരിക്കും ടോണിങ് എന്ന പ്രൊസീജിയർ വളരെ ഇമ്പോർട്ടൻറ്റ്. ബാക്കിയുള്ളവർക്കും ചെയ്യാം, ബട്ട് ടോണിങ് എന്ന് പറയുന്നത് ക്ലെൻസിങ്ങിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. എത്രത്തോളം ഡേർട്ട് ഉണ്ടോ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ടോണിങ് എന്ന പ്രൊസീജിയറിലൂടെ നമ്മൾ മാറ്റുകയാണ്. ഇപ്പോൾ ടോണേഴ്സ് വാങ്ങുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ മറ്റേ ക്ലെൻസറിൻ്റെ കാര്യം പറഞ്ഞ പോലെ എല്ലാ ബ്രാൻഡ്സിനും ടോണേഴ്സ് ഉണ്ട്. അപ്പോൾ ടോണറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടോണേഴ്സിന് ഒരു ആൽക്കഹോളിക് കണ്ടൻറ്റ് ഉണ്ടാവും. ആൽക്കഹോളിക് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതെന്താ ചെയ്യുക വെച്ചാൽ നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ മാറ്റുകയൊക്കെ ചെയ്യും, പക്ഷേ നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചറും കൂടെ അത് അബ്സോർബ് ചെയ്യും. സോ അത് പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. മിക്ക ടോണേഴ്സിലും എഴുതിയിട്ടുണ്ടാവും ആൽക്കഹോൾ വിത്ത് ആൽക്കഹോൾ കണ്ടൻറ്റ്, അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് തന്നെ ഉണ്ടാവും. സോ ആൽക്കഹോൾ കണ്ടൻറ്റ് ഇല്ലാത്ത ടോണേഴ്സ് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യും. ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറാണ് ടോണറായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രാൻഡഡ് ടോണർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്, കാരണം കുറച്ചുകൂടെ മൈൽഡാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ ക്ലെൻസിങ് പോലെ തന്നെയാണ്. ഒരു കോട്ടൺ പാഡിലേക്ക് നമ്മുടെ റോസ് വാട്ടറും അപ്ലൈ ചെയ്യുക. ഇത് കംപ്ലീറ്റ്ലി ഒരു വാട്ടറി ഫോമാണ്. ആൻഡ് കോട്ടണിൽ അപ്ലൈ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ജസ്റ്റ് കയ്യിലേക്ക് എടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യും. പക്ഷേ കോട്ടണിൽ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പം ഇനി എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഡേർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ക്ലെൻസിങ് ചെയ്ത പോലെ തന്നെ ഫുൾ മുഖത്തും നെക്കിലുമായിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. ആൻഡ് സോഫാർ ഡേർട്ടൊന്നുമില്ല, കാരണം ക്ലെൻസിങ്ങിൽ അത്യാവശ്യം പോയിട്ടുണ്ട്. സോ ഇൻ കേസ് എന്തെങ്കിലും ഡേർട്ട് ഉണ്ടെങ്കിൽ നമ്മളത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ടോണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ടോണിങ്ങിൽ കുറച്ചുണ്ട് കേട്ടോ, നെക്കിൻ്റെ പോർഷനിലൊക്കെ കുറച്ചുണ്ട്.
അല്ലാണ്ട് മുഖത്ത് ഓക്കെയാണ്. ഓക്കെ, സോ എനിക്ക് മതിയാവും, ഒരു ടിഷ്യൂവിൽ തന്നെ മതിയാവും. അപ്പോൾ ടോണിങ് ചെയ്യുമ്പം ഇത് ഏകദേശം ഒരു ഹൈഡ്രേറ്റഡ് ഫോമാണ്. സോ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇതൊന്ന് ഡ്രൈ ആവണം. അതായത് ഒന്ന് അത്യാവശ്യം ഒരു 1 to 2 minutes കൊടുക്കുക. അത്യാവശ്യം ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയർ, അതായത് നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം, വിച്ച് ഇസ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ആണ്. സോ മോയ്സ്ചറൈസിങ്ങിൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളെല്ലാവരും മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുന്നവരാണല്ലോ. അപ്പം ഏതെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ഏത് മോയ്സ്ചറൈസിങ് ക്രീമാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഞാൻ ബേസിക്കലി യൂസ് ചെയ്യാറുള്ളത് ഗാർണിയറിൻ്റെ ഒരു റിങ്കിൾ ലിഫ്റ്റാണ്. റിങ്കിൾ ലിഫ്റ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് ഭയങ്കര ലൈറ്റ് ആണ്, മുഖത്ത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ മോയ്സ്ചറൈസർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം കുറച്ച് പ്ലംപ് ആക്കും, കുറച്ചുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മുടെ സ്കിന്നിനെ. സോ മോയ്സ്ചറൈസിങ് എന്ന ഈ പ്രൊസീജിയറോടുകൂടി നമ്മൾ ഈ ബേസിക് സ്റ്റെപ്സ് നിർത്താണ്. അപ്പോൾ മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യുമ്പം അത്യാവശ്യം മുഖത്തിന് ഒരു മസാജ് കൊടുക്കാൻ മറക്കരുത്. ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോഴും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മുഖത്തിന് അത്യാവശ്യം ഒരു മസാജ് നമ്മൾ കൊടുക്കേണ്ടത്. സോ ഇതാണെങ്കിലും ഒരു അപ്വേർഡ് മസാജ് കൊടുക്കുക, മസാജ് കൊടുക്കാൻ മറക്കരുത്. കാരണം ആ മസാജിലാണ് ശരിക്കും ആ പ്രൊഡക്റ്റ് സ്കിന്നിലേക്ക് അത്യാവശ്യം പെനിട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്കിന്ന് അത്യാവശ്യം ബ്ലഡിൻ്റെ ഒരു ഫ്ലോ എന്നൊക്കെ പറയുന്നത് കറക്റ്റാണ് നമ്മൾ ഈ കൊടുക്കുന്ന മസാജിൻ്റെ ബേസിലാണ്. സോ ഭയങ്കര ജെൻറ്റിലാകാവേ, ഭയങ്കര ജെൻറ്റിലായിട്ട് ഇത് ചെയ്യാവും. ആ ഒരുമാതിരി എടുത്തോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് എടുത്ത് ചെയ്യരുത്. കാരണം സ്കിന്ന് എന്ന് പറയുന്നത്, ഫേഷ്യൽ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവാണ്. നമ്മളത് ഭയങ്കര സോഫ്റ്റായിട്ട് ചെയ്യാവും. ഓക്കെ, സോ ദിസ് ഇസ് ഡൺ. അപ്പോൾ നമ്മുടെ 3 സ്റ്റെപ്സ് കഴിഞ്ഞു, ക്ലെൻസിങ്, ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ്. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകളും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഡേർട്ട് ഫുള്ള് റിമൂവ് ചെയ്യുന്നു, നമ്മളൊരു മോയ്സ്ചറൈസർ തേക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത്രയും ചെയ്യുന്നുള്ളൂ. പക്ഷേ ആ ബേസിക് സംഭവങ്ങൾ നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ മുഖത്ത് പിമ്പിൾസും ഡ്രൈനെസ്സും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. സോ ഈ 3 സ്റ്റെപ്പുകളും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അതായിരുന്നു നമ്മുടെ 3 സ്റ്റെപ്സ് ടു സ്കിൻ കെയർ റുട്ടീൻ, അതായത് ക്ലെൻസിങ്, ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ്. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും, സ്കിൻ പ്രോബ്ലംസ് ഒട്ടുമിക്കതും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് മാത്രമേ വാങ്ങാവൂ. സപ്പോസ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഡ്രൈ ആണെങ്കിൽ ഡ്രൈ സ്കിന്നിന് പറ്റുന്ന പോലത്തെ ക്ലെൻസറും ടോണറും മോയ്സ്ചറൈസറും മാത്രമേ ഉപയോഗിക്കാവൂ. ഇപ്പം നിങ്ങളുടേത് ഓയിലി സ്കിൻ ആണെങ്കിൽ എന്നിട്ട് നിങ്ങൾ ഡ്രൈ സ്കിന്നിന് പറ്റുന്ന പ്രൊഡക്റ്റാണ് വാങ്ങുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കാശ് പോകും എന്നുള്ളതല്ലാതെ നിങ്ങളുടെ സ്കിന്നിന് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള പ്രൊഡക്ട്സ് മാത്രമേ വാങ്ങാവൂ. ഏത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് മാത്രമാണ്. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും താഴെ ഉണ്ടാവും ചിലപ്പോൾ ഓൾ സ്കിൻ ടൈപ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫോർ ഡ്രൈ സ്കിൻ ആയിരിക്കും. അപ്പോൾ ഏത് സ്കിൻ ടൈപ്പാണ് നിങ്ങളുടേതെന്നുള്ളത് ആ ബോട്ടിൽ വായിച്ച് നോക്കിയിട്ട് മാത്രം വാങ്ങുക. കറക്റ്റായിട്ട് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ആ ഒരു കാര്യം വിട്ടുകൊണ്ട. അപ്പോൾ മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞത് എക്സ്റ്റേണലായിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഇൻറ്റേർണലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ഥിരം പറയാറുള്ള പോലെ പ്രോപ്പർ എക്സസൈസ്, ഹെൽത്തി ഡയറ്റ് ആൻഡ് വാട്ടർ. വെള്ളം കുടിക്കാൻ എന്തായാലും മറക്കരുത്. ഈ 3 ഇൻറ്റേർണൽ കാര്യങ്ങളും ശ്രദ്ധിക്കുക ഫോർ എ ബ്രില്യൻറ്റ് സ്കിൻ. അപ്പോൾ എക്സ്റ്റേണലായിട്ടുള്ള 3 കാര്യങ്ങളായ ക്ലെൻസിങ്, ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ്, പിന്നെ ഇൻറ്റേർണലായിട്ടുള്ള ഈ 3 കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്കിൻ കെയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ്ലി ഈ ഒരു റുട്ടീൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ് ഇനഫ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു നോട്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. കീപ് സ്മൈലിംഗ്, കീപ് സ്പ്രെഡിങ് ഹാപ്പിനെസ്. ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ ബൈ.